സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ കാണുന്നതാണ് ഈ കാണുന്നത്. മൊബൈലിലെ ഡിസ്പ്ലേ ആണ്. ഇതിൽ കീബോർഡ് കാണിക്കുന്നുണ്ട് മുകളിലായിട്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് താഴത്ത് ഓപ്പണായി വരും. ഇതേപോലെ ഓപ്പൺ ആയിട്ടാണ് വരിക. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ കാണിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ക്യാഷ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ ക്യാഷ് ബുക്കിൽ ഓൾറെഡി നമ്മൾ സാധാരണ സിസ്റ്റത്തിൽ എന്തൊക്കെയാണോ ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ നമുക്ക് ഡേറ്റ് കാര്യങ്ങളുണ്ടാവും. ചേഞ്ച് ചെയ്ത് ഡേറ്റുകൾ മാറ്റിയ ശേഷം നമ്മൾ ഷോ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് സിസ്റ്റത്തിൽ കിട്ടുന്ന പോലെ തന്നെ ക്യാഷ് ബുക്ക് ഇതിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനൊന്ന് നമ്മൾ സെയിൽ റെസിപ്റ്റ് പേയ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവും, ഞാൻ സെയിൽസിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചൊരു സെയിലൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജസ്റ്റ് ക്യാഷ് ബുക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ സെയിൽസിൻ്റെ വിൻഡോയിലേക്ക് ഒന്ന് വരുന്നു. സെയിൽസിൻ്റെ വിൻഡോയിൽ നമുക്ക് ഐറ്റം ഏതൊക്കെയാണ് ഐറ്റം അടിച്ചു വെച്ചിട്ടുള്ളത്, അതിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്തും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നോക്കാനും പറ്റും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്തിയ ശേഷം ബില്ല് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊന്ന് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണോ ഓപ്ഷൻസ് ഉള്ളത് നോർമലി നമ്മൾ ഡെസ്ക്ടോപ്പിൽ നോക്കുമ്പോൾ അതേപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും അതേ യൂസറിൽ നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം ഇതിലും ഉണ്ടായിരിക്കും. ട്രാൻസാക്ഷനിലുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലും ഉണ്ടായിരിക്കും. നമ്മളൊരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് നോക്കണം. സ്റ്റോക്ക് ലിസ്റ്റിൽ സാധാരണ പോലെ പോയി നോക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്നൊന്ന് ആ ഐറ്റം നമ്മളെ ഷോപ്പിൽ ഉണ്ടോ, അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോക്ക് ലിസ്റ്റിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഐറ്റത്തിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാനും പറ്റും. ഇങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. നോർമലി സിസ്റ്റത്തിൽ എന്തൊക്കെ കിട്ടുന്നോ അതാണ് ഇതിലും കിട്ടുന്നത്. നമുക്കിത് റെസിപ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ബാലൻസ് ഉള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് അവരെ ബാലൻസ് ഒന്ന് റെസിപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ടിൻ്റെ പേര് നമുക്കറിയുന്ന ആ പേര് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നരേഷൻ എന്തെങ്കിലും കൊടുക്കുന്നു. ക്യാഷ് ആയിട്ടാണ് തന്നതെങ്കിൽ അങ്ങനെ ക്യാഷ് ആയിട്ട് തന്നു കാണിക്കുന്നു. എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഓൾറെഡി അത് നമുക്ക് ആ ആളെ ലെഡ്ജറിലേക്ക് അത് കയറിയിട്ടുണ്ടായിരിക്കും. ഓട്ടോമാറ്റിക് കയറിയിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ റെസിപ്റ്റും പേയ്മെൻറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അടിച്ച് ചെയ്യാൻ പറ്റും. സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് റെസിപ്റ്റ് ചെയ്യുന്നതാണ്. സാധാരണ ഞങ്ങൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത് മാത്രം. ഇനി ഞാൻ അതിൻ്റെ ഒരു ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ റെസിപ്റ്റ് ചെയ്ത് അവരെ ലെഡ്ജർ ഒന്ന് എടുക്കുന്നത് ജസ്റ്റ് അക്കൗണ്ട്സിൽ പോകുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അവരെ ആ കസ്റ്റമറെ പേരൊന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി ഇതേപോലെ തന്നെ നമുക്ക് ലെഡ്ജറിൽ എല്ലാ വിവരങ്ങളും ഓൾറെഡി ഉള്ള സാധാരണ സിസ്റ്റത്തിൽ എന്താണോ കാണുന്നത് അത് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ആക്കാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും.